നമസ്കാരം. നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ തന്നെ അതിനൊക്കെ ഡിഫോൾട്ടായിട്ട് ലഭിക്കുന്ന ഒരു ബ്രൗസറാണ് ക്രോം ബ്രൗസർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രോം ബ്രൗസറിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരിക്കണം. പ്രത്യേകിച്ച് ഒരു യൂട്യൂബ് ചാനലുള്ളവരാണെങ്കിൽ അതിന്റെ എഡിറ്റിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ക്രോം ബ്രൗസറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ ഡാഷ്ബോർഡ് ഓപ്പൺ ആവാതെ വരികയും കൂടാതെ നമുക്ക് വളരെയേറെ സ്ലോ അനുഭവപ്പെടുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഈയിടെയായിട്ട് ഈ അപ്ഡേറ്റിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുമ്പോൾ നമുക്ക് നേരെ ഒഫീഷ്യൽ സ്റ്റുഡിയോയിലേക്ക് പോയി ഓപ്പൺ ആവുന്ന ചില പ്രശ്നങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് വേറെ ഒരു ബ്രൗസർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രൗസറായ ബ്രേവ് എന്ന് പറയുന്ന ഒരു ബ്രൗസറാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനകത്ത് വേറെയും ചില ഗുണങ്ങളുണ്ട്. നമ്മൾ സാധാരണ ക്രോമിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡ് അഡീഷണൽ ആയിട്ട് സ്വിച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. കൂടാതെ നമുക്ക് ക്രോമിൽ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചാനൽ ഉള്ളവർക്ക് അക്കൗണ്ട് സ്വിച്ച് ചെയ്യുന്നതിലും ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ബ്രൗസറിന്റെ യൂസർ എക്സ്പീരിയൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാസ്റ്റിൻ. ആദ്യമായിട്ട് നമുക്ക് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന പോലെ ബ്രേവ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത ശേഷം നമുക്കത് സെർച്ച് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ അപ്ഡേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ നേരെ ഇനി ബ്രേവ് ബ്രൗസറിലേക്കൊന്ന് പോവുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡൊക്കെ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ അഡ്രസ് ബാറിൽ ഞാനിവിടെ studio.youtube.com എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഞാനിതൊന്ന് സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഞാൻ ഈ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പ് മോഡിലാക്കി കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ഉപയോഗിക്കാത്തൊരു ചാനലാണ്. അപ്പോൾ ഞാൻ ഈ പ്രൊഫൈലൊന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്കിവിടെ സ്വിച്ച് അക്കൗണ്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ ചാനലിൻ്റെ സ്വിച്ച് ആകുന്നത് എത്ര പെട്ടെന്നാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ മെയിൻ ചാനലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ചാനൽ ഡാഷ്ബോർഡ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മെയിൻ ചാനലാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും പ്രൊഫൈൽ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സ്വിച്ച് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ മറ്റേ ചാനലിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ ആ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മുടെ ക്രോം ബ്രൗസറിൽ ഇത്ര പെട്ടെന്ന് ഈ നമ്മുടെ അക്കൗണ്ട് സ്വിച്ച് ചെയ്യാനൊന്നും സാധ്യമല്ല. അത് വളരെയേറെ സ്ലോ ആണെന്ന് മാത്രമല്ല അത് കിടന്ന് കറങ്ങി കളിക്കുന്നതായിട്ട് നമുക്ക് വളരെയേറെ സമയം നഷ്ടം വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനി ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഹോം പേജ്, സിങ്ക്, പ്രൈവസി റിപ്പോർട്ട് എല്ലാം കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പിയറൻസ് എന്നുള്ളൊരു കാര്യമുണ്ട്. അത് നമുക്കിവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ ഞാൻ ഡാർക്ക് മോഡൊന്നും എനേബിൾ ചെയ്യുന്നില്ല. അത് വെറുതെ സമയം കളയേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. വളരെ നല്ലൊരു ബ്രൗസറാണ്. നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ബ്രേവ് എന്ന ബ്രൗസർ കൂടാതെ നമുക്ക് യൂസി ബ്രൗസർ അതുപോലെ തന്നെ മോസില്ല ഫയർഫോക്സ് എന്നിങ്ങനെയുള്ള ബ്രൗസറുകൾ ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാനിവിടെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഇത് പരിചയപ്പെടുത്തിയത്. ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം തീർച്ചയായിട്ടും ഫീഡ്ബാക്കിലൂടെ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുകയും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ആ ബെല്ലൈക്കൺ ഓൺ ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. തൽക്കാലം ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് ബൈ.